ഹായ് ഡിയേഴ്സ്, ഞാൻ പ്രീത. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി പുട്ട് ഉണ്ടാക്കുവാണ്. അതിന് ആവശ്യത്തിന് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയാണ്. അതിൽ ഏത്തക്കായ ചെറുതായി അരിഞ്ഞതും ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുപൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഈ ക്യാരറ്റ് ഇതിൽ ആഡ് ചെയ്തു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്ത ഏത്തക്കായ പുട്ടിൻ്റെ കുറ്റിയിലിട്ടു. അതിനുശേഷം ഈ പുട്ടുപൊടി ആഡ് ചെയ്തു. മേലെയും ഇതുപോലെ ഏത്തക്കായ വെച്ചു. ഇനി ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുട്ട് റെഡിയായി. ഞാൻ 3 തരം വെറൈറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി. അടുത്ത പുട്ട് ഉണ്ടാക്കുന്നത് ഈ കൂട്ടിൽ തന്നെ, ഈ പുട്ടുപൊടിയിൽ തന്നെ പഴം കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുവാണ്. അതും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഇതുപോലെ ഏത്തക്കായ ആഡ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ആവിയിൽ വെച്ചു. പഴം ആഡ് ചെയ്യാതെയും ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പഴം ആഡ് ചെയ്യാത്ത പുട്ട് കറി കൂട്ടിയോ എങ്ങനെയും കഴിക്കാം. പഴം ആഡ് ചെയ്തത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വളരെ നല്ലതാണ്. ഒരു ഇലയിലോ അല്ലെങ്കിൽ ടിഫിനിലോ കൊണ്ടുപോകാം. അതുപോലെ പ്രായമായവർക്കും കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത്. വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പോഷകവും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഓക്കെ, ബൈ.